അതെ, ഇന്ന് നമ്മളുള്ളത് കോഴിക്കോടാട്ടോ. കോഴിക്കോടിൻ്റെ പുതിയ ബൈപ്പാസിൻ്റെ ഒക്കെ പണി കഴിഞ്ഞപ്പോഴേ സാധനം ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. കുറച്ച് മണിയൊക്കെ ഉണ്ടായി ടൗണിൽ. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒരു 7:45-8 മണിയായിട്ട് നേരെ നൂറുകൊണ്ട് ചായക്കടയിൽ കിട്ടും. നമ്മളെ ഇടിയങ്ങരല്ലേ, കുറ്റിച്ചിറ ഭാഗത്ത് ഇടിയങ്ങര. ഭയങ്കര ഫേമസ് ആണ്, ഗൂഗിൾ മാപ്പിലൊക്കെ ലൊക്കേഷൻ ഉണ്ട്. പുലർച്ചെ 2 മണിക്കോ 3 മണിക്കോ മറ്റോ ഇവിടെ തിരക്ക് തുടങ്ങും. ഈ ഒരു പൊരിച്ചപത്രി ഈ ഷോപ്പിൽ മാത്രമല്ല, ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഈ ഒരു പുറത്ത് ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊരിച്ചപത്രി കിട്ടും. അതും ഒരു ചായയും കുടിച്ചാൽ ആ ഒരു സെറ്റാണ്. അത് ഇതിൽ പോകുമ്പോഴേ ഇവിടെ കയറി ഭയങ്കര തിരക്കാണ്. കാണിച്ചരാ, ഒരുപാട് എണ്ണക്കടികളൊക്കെ വേറെ ഉണ്ടെങ്കിലും ഈ ഒരു പൊരിച്ചപത്രി ഇങ്ങനെ ചില്ലുകൂട്ടിലിടുമ്പോഴത്തേക്ക് അത് നിൽക്കുന്ന ആൾക്കാരൊക്കെ പാർസൽ വാങ്ങാൻ വന്ന് നിൽക്കുകയാണ്. 10-20 വാങ്ങിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഓരോന്ന് വാങ്ങി കഴിക്കുക. ഞാൻ 2-3 കഴിച്ചിട്ടു. നല്ല ടേസ്റ്റാണ്. കണ്ടല്ലോ, അടുത്ത് വന്നു അതപ്പം തന്നെ അങ്ങോട്ട് തീരും. പിന്നെ നേരെ ബീച്ചിലൊക്കെ പോയി ഒരു 9 മണി 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ സെൻട്രൽ മാർക്കറ്റിൽ ഒന്ന് പോയി. അവിടെ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഇതിലെ വരുമ്പോൾ നമ്മുടെ കയറാറിന് കുറച്ച് സുഹൃത്തുക്കളൊക്കെ മീൻ മുറിക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് അങ്ങോട്ട് പോകും. ഇത് നമ്മളെ ലോക്കൽ സെയിൽ, നമ്മളെ ചെറിയ മീനൊക്കെ, ചെറിയ മീനല്ല, നമ്മളെ എന്താ പറയുക, വീട്ടാവശ്യമൊക്കെ വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സെക്ഷൻ. നമ്മളെ വളർത്തു മീനൊക്കെ വെക്കുന്ന ഭാഗം ബംഗാളികളൊക്കെ ഫുള്ള് ഇവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ കാണിച്ചു തരാം. കടുക്കായിരുന്നു, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഇത് തിരക്കാണ്. ശനിയാഴ്ചയായിട്ട് അത് ഷൂട്ട് ചെയ്യുന്നത്. ഭയങ്കര തിരക്കാണ്, ശനി ഞായർ പ്രത്യേകിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ റീറ്റെയിലിന് വേണമെങ്കിൽ പറയാം, ലോക്കൽ സെയിൽ വരുന്നൊരു ഭാഗമാണ്. ബാക്കി നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ആ കാഴ്ച കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടേക്ക് വലിയ വലിയ മീനൊക്കെ വരും, നമുക്ക് പോയി നോക്കാം. ഇതൊരു ക്ലീനിങ് സെക്ഷനാണ്. വേറെ 2-3 ക്ലീനിങ് സെക്ഷൻ വേറെ ഉണ്ട്, കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇന്ന് ഫുള്ള് സ്രാവിൻ്റെ കളിയാന്ന് തോന്നുന്നു. എവിടെ നോക്കിയാലും ഇന്ന് സ്രാവിന് പല സൈസിലുള്ള സ്രാവ്, 3 കിലോ 4 കിലോ ഒക്കെ ഉള്ളതും വലുതും ഒക്കെ. ഇത് ഓലമീനാന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ ഓരോ ദിവസം വരുന്ന മീനുകളാണല്ലോ അതൊക്കെ, വണ്ടിയിൽ വരുന്ന മീനാണ്. വലിയ വലിയ സ്രാവുകളൊക്കെ ഓരോ സീസണിൽ ഓരോ സാധനങ്ങളൊന്നും ഉണ്ടാവും അല്ലേ. അയക്കോറ, ആഗോലി ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ അയക്കോറ കുറവാട്ടെന്ന് കണ്ട് കുറവാണ്. ആഗോലി ഉണ്ട്. ഒക്കെ കച്ചവടക്കാരും അങ്ങനെ കല്യാണ വീട്ടിലൊക്കെ ഹോട്ടലുകാരൊക്കെ ഇങ്ങനെ വലിയ വലിയ മീനൊക്കെ നന്നായിട്ട് വാങ്ങിപ്പോകുന്നൊരു സ്പോട്ട്. ഇത് വേറൊരു ക്ലീനിങ് സെക്ഷൻ കേട്ടോ. മീൻ കട്ട് ചെയ്യുന്ന 2-3 ഭാഗത്തായിട്ട് ഇങ്ങനെ ആൾക്കാരിരിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കോഴിപ്പാട്സ്, ചിക്കനും മട്ടനൊക്കെ കിട്ടുന്ന സ്പോട്ടുകൾ വേറെ ഉണ്ട്. ബീഫ് സ്റ്റാളൊക്കെ ഉണ്ട്. എല്ലാ സെൻട്രൽ മാർക്കറ്റാണ്, ഫിഷ് മാർക്കറ്റല്ല. എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. പിന്നെ എൻ്റെ പുറത്ത് പച്ചക്കറി സാധനം, ഉണക്കൽ മീൻ സൈഡിൽ വെക്കുന്നു. അങ്ങനെ എല്ലാം പെട്ടൊരു സെൻട്രൽ മാർക്കറ്റ് തന്നെ പറയാം. അല്ലാണ്ട് മീൻ മാർക്കറ്റ് നമ്മൾ പറഞ്ഞവരങ്ങനെ പേരായിപ്പോയതാണ്. എല്ലാം കിട്ടും. അപ്പം ഇന്ന് വെറുതെ ഒന്ന് കോഴിക്കോട് ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. നമുക്ക് ഇതേപോലത്തെ കുറേ കാഴ്ചകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ക്ലീനിങ് സെഷൻ്റെ മറ്റൊരു ഭാഗം കേട്ടോ. പിന്നെ നേരെ ഇവിടുന്ന് എനിക്ക് വേറെ കുറച്ച് ടൗണിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചായ കുടിക്കണം. അപ്പോൾ 9 മണി കഴിഞ്ഞു. നല്ലൊരു ചായ കുടിക്കാനുള്ള പരിപാടിയായിട്ട് നല്ല ഇറങ്ങണം. ലൈറ്റായിട്ടൊരു ചായ കുടിക്കാം. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി ചായയൊക്കെ പറഞ്ഞു. ഒരു പൊറാട്ടയും ഒരു ചെറുപയറും ഒതുക്കിയിട്ടു. ലൈറ്റായിട്ട് മതി, കുഴപ്പമില്ല. അത് നാടൻ വീട്ടില്ല. അതൊക്കെ അങ്ങനെ കഴിച്ചു. സാധാരണ സിമ്പിളായിട്ടുള്ള പൊറോട്ട കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ ഹോട്ടലല്ല. അപ്പം അങ്ങനത്തെ നല്ല സിമ്പിളായിട്ടുള്ളൊരു പൊറോട്ട, ഒരു ചെറുപയർ കറിയൊക്കെ ആകുമ്പോൾ ഒരു 10-50 ഉറുപ്പിക നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും. ഇനി ഇന്ന് ഉച്ചവരെ വൈകുന്നേരം വരെ ടൗണിലുണ്ട്. അപ്പോൾ ഒന്ന് നല്ല സ്ഥലത്ത് ഒരു ചോറും കഴിച്ചു. നല്ലൊരു ചോറ്, നല്ല സാമ്പാറും ഈ ഒരു മോരുകറിയൊക്കെ ആയിട്ട് എന്തായാലും അടിപൊളി. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളിട്ടോ, അത് മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.